വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ ഒരു തൃശ്ശൂർ പൂരമാണ് നടക്കുന്നത്. നല്ല അസല് വെടിക്കെട്ടും പാഞ്ചാരിമേളം അതുപോലെ തന്നെ കുടമാറ്റം എല്ലാം നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മളിത് പറയാനാണ് വന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ ആൾക്കാർ കാണുന്നത് ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിനി എത്രയും പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് വളരെ രഹസ്യമായിട്ടുള്ള ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നമ്മുടെ ആര്യനും ജിസേലും കൂടിയിട്ട് പുതപ്പിൻ്റെ അടിയിൽ, പുതപ്പ് തന്നെ സ്വർഗം, പുതപ്പിൻ്റെ അടിയിൽ കിടക്കുന്നത് അതിനേക്കാൾ സ്വർഗം. പുറത്തൊക്കെ നല്ല തണുപ്പാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുതപ്പിൻ്റെ ഉള്ളിൽ കിടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ രസമാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം പണികൾ നടത്താം, എന്തെല്ലാം കളികൾ കളിക്കാം എന്നൊക്കെ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ. അതൊക്കെ നോക്കാനായിട്ട് കുറച്ച് സദാചാര ഗുണ്ടകളുണ്ട് അവിടെ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്താ നടന്നത്, അന്ന് ജിസയിലും നമ്മുടെ ആര്യനും കൂടിയിട്ട് പരിപാടി പരിപാടി അവർ നല്ല അസല് പരിപാടി ചെയ്യണ നേരത്താണോ അനുമോള് ചെന്ന് പുതപ്പ് പൊന്തിച്ച് നോക്കിയത്? എന്തിനാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പായിട്ട് ഈ രാത്രി 2 മണിക്ക് ചെന്നിട്ട് അവറ്റങ്ങൾ എന്തെങ്കിലും ചെയ്ത് കിടന്നോട്ടെ, അതിന് വേണ്ടിയിട്ട് ഈ പുതപ്പ് പൊന്തിച്ച് നോക്കേണ്ട വല്ല കാര്യമുണ്ട് അനുമോളെ? അനുമോൾക്ക് അവിടെ കിടന്നാൽ പോരെ? അനുമോൾക്ക് ഒരു ബെഡ് കിട്ടിയിട്ടുണ്ടല്ലോ, അവിടെ കിടന്നാൽ പോരെ? എന്തിനാണ് വല്ലവരെന്തെങ്കിലും ചെയ്യണേ? അപ്പുറത്തുള്ള ബെഡിൽ കിടന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനിപ്പോൾ നമ്മളെന്തിനാ അവരൊക്കെ ചൂട്ട് കാണിച്ചു കൊടുക്കണത്? അത് അവരെ ഇഷ്ടം. അവരൊന്നൊരു ഉമ്മ കൊടുത്താലും ഇനി എന്നാൽ അവർ കെട്ടിപ്പിടിച്ചാലും ഒരൊന്നും പരിപാടി ഇതിൽ അതൊന്നും ബിഗ് ബോസിനൊരു പ്രശ്നമല്ല. പക്ഷേ ഇത് പറഞ്ഞു നടക്കുന്നതാണ് ബിഗ് ബോസിന് പ്രശ്നം. അനുമോൾ എന്തുണ്ടായി? ഈ വക കാര്യങ്ങളൊക്കെ പബ്ലിക്കായിട്ട് പറഞ്ഞത് അനുമോൾക്ക് പറ്റിയ തെറ്റ്. അത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. എന്തൊക്കെ നമ്മൾ കാണുന്നു, എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ നമ്മൾ ഈ ചേട്ടിയോടും കേട്ട് ഈ ചേട്ടിയോടും വിടുക. നമ്മളിപ്പോൾ തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളും ചെയ്യുന്നുള്ളത് മാത്രം ചിന്തിക്കുക. അതിലൊന്നും ആരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനോ തെറ്റ് പറയാനോ നിൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ പറയണതൊക്കെ പച്ച കള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേൾക്കണവർക്ക് ഒരുപാട് വിഷമമാണ്. ഉണ്ടെങ്കിൽ അത് ചെന്നെങ്കിൽ കുഴപ്പമില്ല. പണ്ടാരെ പറഞ്ഞ കണക്ക് കൂത്ത് ചെയ്ത് പേരും കിട്ടി ഒക്കത്ത് വയ്ക്കാൻ കിടാവൂല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഈ പെണ്ണുങ്ങളുടെ ഇടയിലുള്ള കുശുമ്പും കുന്നാനും ഇങ്ങനെയാണ്. 2 മല ചേരും 4 മുല ചേരില്ല എന്ന് പണ്ട് കാരണന്മാർ പറഞ്ഞത് ശരിയാ. ഒരു വീട്ടിൽ 2 പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിക്കാനായിട്ട് ആളുണ്ടാവില്ല, അല്ലെങ്കിൽ എല്ലാ പണിയും ചെയ്യും. അതാണ് സ്ഥിതി. പെണ്ണുങ്ങൾക്ക് മോലാലും നല്ല പറഞ്ഞല്ലോ, എല്ലാ സീസണിലും ആണുങ്ങളായിട്ടാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഇവിടെ പെണ്ണുങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ എനിക്ക് നേരമുള്ളതെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിശദമായിട്ട് കാണണം. നമ്മളൊരു സുഹൃത്ത്, നമുക്ക് സമ്മർ എന്ന് പറഞ്ഞ ആൾ നമുക്ക് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കും തോന്നി ഇയാൾ ചില നേരത്തൊക്കെ ഈ പറഞ്ഞ പോലെ ചിലവരെ സപ്പോർട്ട് ചെയ്തിട്ടും ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ട് PR വർക്ക് പോലെ ചിലപ്പോൾ ചിലവരെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് വരും. കുറച്ച് നാളായിട്ട് അനുവിനെ ഗംഭീരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്ത് അനുവിൻ്റെ ഒരു PR ആയിട്ട് വർക്ക് ചെയ്ത് നടന്നത്. ഇപ്പോൾ അനുവിനെ എതിരായിട്ട് വർക്ക് ചെയ്ത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്താ സ്ഥിതി എന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഇപ്പോൾ പിന്നെ ഇങ്ങേര് ഉള്ള കാര്യങ്ങളെ പറയുള്ളൂ, അനാവശ്യങ്ങളൊന്നും പറയില്ല. എല്ലാം നമ്മൾ ആദ്യം മുതൽ വാച്ച് ചെയ്യുന്ന ഒരു ചാനലാണ്. അന്തസ്സായിട്ട് കാര്യങ്ങളെല്ലാം മൂപ്പര് പറയാം. നല്ല ഒരു മനസ്സിനുടമയാൻ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ലാംഗ്വേജാണ് മൂപ്പര് സംസാരത്തിന്. നമ്മളൊക്കെ തൃശ്ശൂർകാരാകുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ലാംഗ്വേജിൽ വല്ല വ്യത്യാസമൊക്കെ വരും, ചില വൃത്തികേടുകളൊക്കെ വരും. അത് നമ്മളെ ഈ തൃശ്ശൂർക്കാരെ കന്നാലികളുടെ ഒരു പ്രശ്നമാണ് അത്. നമ്മളിവിടെയൊക്കെ അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് അതിലൊന്നും ഒരു വിഷമമില്ല. നമ്മളൊക്കെ തൃശ്ശൂർക്കാർ, അവർ കേൾക്കുന്നവരും തൃശ്ശൂർക്കാർ, അതുകൊണ്ട് ഇതൊരു വിഷയമില്ല. പക്ഷേ അത് പുറത്ത് നമ്മുടെ കോഴിക്കോടോ കൊല്ലോ തിരുവനന്തപുരത്തൊക്കെ ആകുമ്പോൾ അവർക്ക് അത് വലിയ വിഷമം. എന്തിട്ട് ഇയാൾ പറയണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് സമ്മറിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം, അത് കേൾക്കാം. അതിൻ്റെ അടിയിൽ തന്നെ ഒരു വീഡിയോ ഞാൻ വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി നമുക്കൊന്ന് വാച്ച് ചെയ്താലോ? അവര് സംസാരിക്കായിരുന്നു കേട്ടോ, അത് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും. പുതപ്പ് മൂടിയിട്ട് അടുത്തടുത്ത് കിടന്നിട്ട് സംസാരിക്കായിരുന്നു. ആ സമയത്ത് അനുവിന്റെ സത്യം എന്താന്ന് നമുക്ക് അറിയണ്ടേ? ആര്യനാണ് മാറ്റിവെച്ചത്. അന്ന് അനു ഭയങ്കര വയലന്റ് ആയിട്ട്, കാരണം അത്രയും അനുവിനെ ഇവരെല്ലാരും കൂടെ ടോർച്ചർ ചെയ്യുന്ന ഒരു ടൈമാണ്. ഞാൻ ബുള്ളി ചെയ്യുന്നു എന്നുള്ള ഒരു വാക്കാണ് ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചത്. അത് സത്യമാണ്. ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അനുവിനെ അത്രത്തോളം ഇറിറ്റേറ്റും ബുള്ളിങ്ങും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡേയില് അനു ഉറങ്ങിക്കിടന്നു എന്ന് കരുതുന്ന ഇവരെ പോയി തട്ടി ഉണർത്തിയിട്ട് അനു വിളിച്ചുണർത്തുന്ന ഒരു സംഭവമുണ്ട്. ആ സമയത്താണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അവിടെ ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് വളരെ കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് അവർ കിടക്കുന്നത്. അവർ ഉണരുന്ന സമയത്ത് വസ്ത്രം ഒന്ന് മാറ്റിയിട്ടു എന്ന് പറയുന്നത് അത് എനിക്ക് തോന്നുന്നു നോർമലാണ്. ആര്യം പറഞ്ഞതുപോലെ സ്ത്രീകൾ പെട്ടെന്ന് കോൺഷ്യസ് ആവും, എണീക്കുന്ന സമയത്ത് ഡ്രസ്സൊക്കെ ഒന്ന് നേരെ പിടിച്ചിടും. അത് ഒരു തെറ്റും അതിൽ പറയാൻ പറ്റില്ല. അവര് അനു എന്ന് വിളിക്കുന്ന സമയത്ത് കിസ് ചെയ്തുകൊണ്ടൊന്നും അല്ല അവിടെ കിടന്നത്, അവര് സംസാരിച്ചുകൊണ്ട് കിടക്കുകയാണ്.
അതേ ദിവസം തന്നെയുള്ള കുറച്ച് ചിത്രങ്ങൾ കൂടി ഞാൻ ഇവിടെ കാണിക്കാം. അതായത് ഇത് ശ്രദ്ധിക്കുക, അവർ അടുത്തടുത്ത് കിടന്ന് സംസാരിക്കുകയാണ്. ഒരുപാട് സമയത്ത് അവര് സംസാരിക്കുന്നുണ്ട്. അവിടെ മോശമായിട്ടുള്ള എന്തെങ്കിലും നമുക്ക് തോന്നാം, ഈ പുതപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങുമ്പോ കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ നമ്മുടെ ഒരു മോശം ചിന്ത കാരണം നമുക്ക് തോന്നാം. അത്രേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ടത് ക്യാമറയുടെ മൂഡിലാണ് അവർ കിടക്കുന്നത്. അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എയർ ചെയ്യുമെന്നും 4 ആള് കാണുമെന്നും ഒക്കെ അവർക്ക് അറിയാം. അവര് അത്ര ബോധമില്ലാത്തവരല്ല. ബിഗ് ബോസിനെ കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് രണ്ടുപേരും, ഗെയിമേഴ്സ് ആണ്. സോ അങ്ങനെ ഒന്നും അവിടെ ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ ചിന്താഗതിയുടെ കുഴപ്പമാണത്. വേറൊരു കേസ്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വാൺ ചെയ്യാതിരിക്കൂ? ഉറപ്പായിട്ടും ബിഗ് ബോസ് വാൺ ചെയ്യും. ഈ വീക്കെൻഡില് ബിഗ് ബോസ് എന്ത് നിലപാടെടുക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഡേയിൽ തന്നെ പിന്നീട് കുറെ കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുന്നുമുണ്ട്. അതിന്റെ ഇമേജസ് ഞാൻ ഇവിടെ വെക്കാം. ഒരു ഓപ്പോസിറ്റും കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇവർ അടുത്തടുത്ത് കിടന്ന് സംസാരിക്കുന്നതാണ്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു ഗെയിം ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ആര്യനും ജിസയിലും ഒറ്റക്കെട്ടാണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഗെയിം ഉണ്ട്, പ്ലാനിങ് ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്. ഇതൊക്കെ ഇവർ കിടക്കുന്ന സമയത്താണ് മൈക്ക് മാറ്റി വെച്ചിട്ട് ഇവര് രണ്ടുപേരും അടുത്തടുത്ത് കിടന്ന് ഈ കുശാന്ന് സംസാരിക്കും. അത് വേറെ ആർക്കും കേൾക്കാൻ പറ്റില്ല. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ അനുമോള് ഫൈറ്റ് ഉണ്ടാക്കുന്ന ആ ഡേയിലും അത്രേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. മോശമായ രീതിയിൽ അവിടെ ഒന്നും സംഭവിച്ചതായിട്ട് അന്നത്തെ ലൈവ് ഞാൻ കണ്ടതാണ്. ഫുള്ളിരുന്ന് ഏറെ അന്ന് ഈ വഴക്കിന്റെ പ്രൊമോ വന്നതുകൊണ്ട് ഞാനിരുന്ന് കണ്ടതാണ്. അപ്പോ എന്റെ കണ്ണിൽ അങ്ങനെ ഒരു മോശമായ ഒരു കാര്യം അവിടെ നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോ അങ്ങനെ നടന്നിരിക്കാമെന്ന് ചോദിച്ചാൽ അത് ആർക്ക് വേണമെങ്കിലും അവിടെ ചെയ്യാം, അല്ലേ? അവിടെ മറ്റേ ഡ്രസ്സിംഗ് റൂം ഉണ്ട്, ബാത്റൂം ഉണ്ട്. അങ്ങനെ മോശമായിട്ട് നടക്കണമെന്ന് ഒരാൾ വിചാരിച്ചാൽ എവിടെ വേണമെങ്കിലും പോയി ചെയ്യാമല്ലോ. ക്യാമറയുടെ മുമ്പിൽ തന്നെ വേണമെന്നില്ല. ക്യാമറ ഇല്ലാത്ത 2 സ്ഥലമാണ് ബാത്റൂമും ഡ്രസ്സിംഗ് റൂമും. അവിടെ പോയി എന്തും ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെല്ലാം നമുക്ക് ചിന്തിക്കാം. അത് പുതപ്പിന്റെ അടിയിൽ ക്യാമറയുടെ മുമ്പിൽ തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ അത് ഒരു അനാവശ്യ ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഇത് അങ്ങനെ ഒരു സാധനം നമ്മൾ ലൈവിൽ കാണാത്തിടത്തോളം, ഞാൻ അതാ പറയുന്നത്, അനുമോള് പറയുന്ന ആരോപണം അറ്റ്ലീസ്റ്റ് അനുമോള് പറഞ്ഞ സത്യമാണെന്നെങ്കിലും എനിക്ക് പറയണം എന്നുണ്ടെങ്കിൽ അനുമോള് പറഞ്ഞ കാര്യം ഞാൻ കാണണം. അവർ ഉണരുമ്പോ ഉടുപ്പ് നേരെ ഇട്ടതോ അടുത്തടുത്ത് കിടന്നതോ പുതപ്പ് മൂടി കിടന്നതോ അവര് ഉമ്മ വെച്ചു എന്നതിന്റെ തെളിവൊന്നുമല്ല. ഇനി മറ്റൊന്ന് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, അഡൽട്ട് ആയിട്ടുള്ള 2 പേരാണ്. അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ അതിലേക്ക് ചെന്ന് അഭിപ്രായം പറയുന്നത് വളരെ മോശം കാര്യമാണ്. ഇങ്ങനെ ഒരു ടോപ്പിക് അവിടെ വന്നതുകൊണ്ട് മാത്രം ഞാൻ അത് വീണ്ടും എടുത്ത് പ്രേക്ഷകരിലേക്ക് അഭിപ്രായമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ കണ്ടില്ലേ, ഇതിലെന്ത് തേങ്ങിട്ടെന്നാ പറയണത്, ഇതിലെന്ത് തെളിവിട്ടെന്നാ പറയണത്? ഇതിലൊരു ചുക്കും ചുണ്ണാമ്പും ഇല്ല. ഇതൊക്കെ താനി ഓരോരുത്തരുടെ ഇഷ്ടമല്ലെങ്കിൽ കണ്ടുകൂടാത്തവനെ കള്ളുടിച്ചാലും കണ്ടുകൂടാന്ന് പറയില്ലേ, അതേപോലെയാണ് നമ്മുടെ ജിസേലിൻ്റെ ചില ഭാവങ്ങളും. ജിസേലിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു സുന്ദരിയാണ്, കാണാനായിട്ട് നല്ല ഭംഗികളാണ്. അതുപോലെ തന്നെ നല്ല സ്വഭാവമാണ്. അതുപോലെ തന്നെ നല്ല ബോൾഡാണ്. എല്ലാ കാര്യങ്ങളും വളരെ പക്വതയോടെ തീർക്കണം. അതുപോലെ തന്നെ ജിസേൽ സ്വല്പം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ആരായാലും ആണുങ്ങളായിട്ട് നോക്കി പോകും. ഇതിൻ്റെ ഒക്കെ മതിയിലോ ഒരു അനുവിനോ അല്ലെങ്കിൽ വേറെ പെണ്ണുങ്ങൾക്കോ ജിസേലിനോട് കുശുമ്പ് തോന്നാനും അസൂയ തോന്നാനും. പിന്നെ ആര്യനെ കാണാൻ നല്ല സുന്ദരനാണ്. നമ്മുടെ കുന്നംകുളം രൺവീർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അവൻ നല്ല നോളേജുള്ള നല്ല പഠിപ്പുള്ള നല്ലൊരു പയ്യനാണ്. അപ്പോൾ അവനും കൂടി അവരായിട്ട് ചെയ്യുന്നൊരു മക്ക അസൂയ. ഇത് അസൂയയുടെ കുശുമ്പിൻ്റെ കൂടാ. അതാണ് ഇത് നടക്കുന്നത്. ഇതെല്ലാം നോണേന് മോഹൻലാൽ വരുമ്പോൾ എത്രയും പെട്ടെന്ന് അനുവിനെ പുറത്താക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരും ഇരിക്കുന്നത്. അതുപോലെ നടക്കട്ടെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറൊരു കാര്യം ഉണ്ടായിട്ട് ഭാര്യമാരെ എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ പറയുന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയണ ഒരുപാട് സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ഒരുപാട് പോപ്പുലറാണ്, കേരളത്തിൽ ഒരുപാട് പോപ്പുലറാണ്. ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അവർക്കൊക്കെ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്, ഗ്രൂപ്പുകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ബിഗ് ബോസിൽ നമ്മുടെ ഒരു കാമുകനെ ഒരാൾക്ക് കൊടുക്കാമെന്ന് ഒരാൾ പറഞ്ഞു, റെനിന് പറഞ്ഞത്. ഫാത്തിമ പറഞ്ഞാൽ എന്താ, നമ്മളെ അവിടെ ഒരു ലെസ്ബിയൻ കപ്പിളുണ്ടല്ലോ, ആ കപ്പിളിലെ നൂറ ഇപ്പോൾ ലെസ്ബിയനായി ജീവിക്കുമ്പോൾ നൂറയ്ക്ക് ഇനി ആണുങ്ങളായിട്ടുള്ള പരിപാടി എന്താണെന്നുള്ളതിന് അറിയാത്തത് കൊണ്ടാണ്. ആണുങ്ങളായിട്ട് പരിപാടി ചെയ്യുമ്പോൾ എന്തെല്ലാം സുഖങ്ങളുണ്ട്, പെണ്ണും പരിപാടി ചെയ്യുന്നതിനേക്കാളും സുഖമാണ് ആണുങ്ങളായിട്ട് പരിപാടി ചെയ്യാനെന്നുള്ളൊരു തോന്നിയിട്ടാണ് നമ്മുടെ റെന ചോദിച്ചത്. നൂറ നിനക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിനക്ക് എൻ്റെ കാമുകനെ വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരാം, നീ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് 2 ദിവസം വേണമെങ്കിൽ കൊണ്ടു നടന്നോ, എനിക്കൊരു കുഴപ്പമില്ല അതിലെന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു എന്നാണ് പറയണത്. അത് ഇതുപോലെ തന്നെ ആതിരിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് അതങ്ങോട്ട് പൊട്ടിച്ചു. പോരെ അംഗം. അത് കേട്ടോടുകൂടി റെനയ്ക്ക് ആകെ സങ്കടമായി, വിഷമമായി. റെന കിടന്നിട്ട് ഇന്നവരെ കരയാത്ത റെന ഇപ്പം 2 പ്രാവശ്യമായിട്ട് പൊട്ടി കരയുന്നുണ്ടാക്കണാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തമാശ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയും, നീ ആണെങ്കിൽ എൻ്റെ കാമുവിനെ എടുത്തറി,
ഞാൻ നിൻ്റെ കാമുവിനെ എടുക്കാടി, നിൻ്റെ ആതിരനെ ഞാൻ എടുക്കാടി. ഇതൊക്കെ തമാശയ്ക്ക് നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ 24 മണിക്കൂറും മുഖത്തേക്ക് നോക്കിയിരിക്കുകയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് ഈ കിടാവ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അതൊക്കെ വലിയൊരു സംഭവമായിട്ട് അതൊക്കെ പ്രേക്ഷകരാ കേൾക്കണ രീതിയിലൊക്കെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശം. അതൊക്കെ അതൊന്നും ഒരു കഥയുണ്ടായിട്ട് പറയില്ല. അത് ചെറിയ കുട്ടിയാണ്, ബിഗ് ബോസിലെ ഏറ്റവും ചെറിയ കുട്ടിയത്. അതങ്ങനെ ഒരു കഥയുണ്ടായിട്ട് പറയണതല്ല. അതൊരു പാവം കിടാവ് അത്. പക്ഷേ അതിനോട് കളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വിടൂല കേട്ടാ. അത്രയും നല്ല മുതലാണ് അത്. അതിൻ്റെ അടുത്തൊന്നും കളിക്കാൻ പോയിട്ട് ഒരാളും കളിക്കാൻ പോയിട്ട് കാര്യമില്ല. അത് നരിച്ചീണ്ട പോലെ എൻ്റെ ശബ്ദം ഇരുന്നോട്ടെ. ആൾ കടിച്ചു കഴിഞ്ഞാൽ പുളിയുറമ്പാണ്, വിട്ട് കളിയില്ല, ചത്താലും വിടില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട് അവർക്കുള്ള ഒരു വെടിക്കുള്ള മരുന്നൊക്കെ എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ ഓപ്പണായിട്ട് നൂറ ആ കിടാവിനോട് പറഞ്ഞത്, ആ കിടാവ് തമാശയ്ക്ക് പറഞ്ഞ കാര്യം വീണ്ടും ഇങ്ങനെ വലിയ സീരിയസ് ആയിട്ട് പറഞ്ഞു. വളരെ മോശം അതൊക്കെ. പോരാത്തിന് ഇപ്പോൾ വായിൽ പഴം വെച്ച് നടക്കുക നടന്ന ഈ നൂറ, ഇപ്പോൾ ആരോ പഴം വായിൽ നിന്ന് എടുത്തു. അതിനുശേഷം പിന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇല്ലേനും ഉള്ളതിനും ഒക്കെ കിടന്നിട്ട് വായിട്ട് തുറക്കുന്നുണ്ട്. അതല്ലല്ലോ ബിഗ് ബോസിൻ്റെ ഗെയിം. ബിഗ് ബോസ് കളി അങ്ങനെയല്ല. ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ അങ്ങനെ കേൾക്കണവരല്ല. അതുപോലെ തന്നെ ഇത്രയും തിക്കും തിരക്കും ബഹളവും തൃശ്ശൂർക്ക് നടക്കുന്ന സമയത്ത് 2 ആൾക്കാരെ കാണാനില്ല. 2 ആൾക്കാരെ എങ്ങോട്ട് പോയി? ഇനി അവർ വല്ല ഇതൊക്കെ കണ്ട് ഗാലറിയിൽ ഇരിക്കണ്. ആരാണ് ഇവിടെ ഈ അനീഷ് അതുപോലെ രേണു, ഒരു 2 പേരും ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്ന എവിടെയാണ്? നമ്മൾ ടി വിയിലാണ് കാണുന്നത്. അവർ കാശ് മുടക്കില്ലാണ്ട് അവർ ലൈവായിട്ട് ക്രിക്കറ്റ് കാണുന്ന പോലെ സ്റ്റേഡിയത്തിൽ വന്നിരുന്നിട്ട് അവർ കളി കാണുക. അവർ രണ്ടുപേർക്കും ഒരു റോളും ഇല്ല. നല്ല ഭാഗ്യമായിട്ട് അത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.